അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ബാബു ഫളലി ളഅഫത്തിൽ മുസ്ലിമീൻ വൽ ഫുഖറാഇ വൽ ഖാമിലീൻ. പാവപ്പെട്ട ആൾമാർ, മിസ്കീന്മാർ, ജനങ്ങളിടയിൽ പേരും പ്രശസ്തിയില്ലാത്ത അറിയപ്പെടാത്ത ആൾമാർ, അങ്ങനെയുള്ള ആളുമാര് ശ്രേഷ്ഠതയെ വിവരിക്കടെ ബാബു എന്നതിൽ മൂന്നാമത്തെ ഹദീസായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ വിവരിക്കോ പോണ്ടത് ഹദീസ് നമ്പർ 254. ഇതിൽ സ്വർഗവും നരകവും കൂടി പരസ്പരം തർക്കിച്ചപ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ಅದಕ್ಕೆ ചൊന്ന ഒരു തീരുമാനം. അതിലൊട്ട് അള്ളാഹു താല ചൊന്നത് എന്തായിട്ട് ഇവിടെ സ്വർഗം ചെന്ന്, എന്തായിട്ട് ഇവിടെ നരകം ചെന്ന്, രണ്ടും റബ്ബ് സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചതായിട്ട് ഇവിടെ ആ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാം അവന്റെ തഖ്ദീർ എല്ലാം അല്ലാഹു തആല കണക്കാക്കി വെച്ചിട്ട് ഞങ്ങൾ ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നതായിട്ട് ഖലാ ഖദറുണ്ട്, ഖൈറും ഷർറും അള്ളാഹുടെ വക്കൽ നിന്നുള്ള വിശ്വാസം. അപ്പൊ അത് എന്തരേ എന്ന് ആദര അടിയിലിഞ്ഞ് ആദര ഉൽഗത്തിലിഞ്ഞ് ചർച്ചാക്കും പോലെയുള്ള ആൾമാർ ഞങ്ങല്ല മനുഷ്യന്മാർക്ക് അതൊക്കെ എല്ലവിടെ ഇല്ല. അത് വെച്ചാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ തീരുമാനത്തെ വിഷയത്തിൽ ഈ ഖലാ ഖദർ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല തീരുമാനിച്ചത് പ്രകാരം നടക്കട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുക എന്നല്ലാണ്ട് അത്ര ഉൽക്കത്തിൽ ചർച്ചാക്കിടക്കത്തെ വിഷയം അല്ല. അത് ഞങ്ങൾ ചർച്ചാക്കും തീരാം. ഏതായാലും അതല്ല വിഷയം. ഞങ്ങളത് അള്ളാഹു താല സ്വർഗത്തെയും നരകത്തെയും പടച്ചര, എന്നിട്ട് അതൊക്കെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആർമാരെയും തീരുമാനാക്കി വെച്ചിര. അതിനെ സംബന്ധിച്ച് സ്വർഗം അള്ളാഹുടെ എന്തിരച്ചെന്ന് നരകം സ്വർഗം നരകവും കൂടിയിട്ട് തർക്കിച്ചൊരു തർക്കം അതായിട്ട് ഇതിന്റെ ഹദീസ് ഉള്ളത്. മഹാനായ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. വൻ അബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാറു, സ്വർഗവും നരകവും തർക്കിച്ചിട്ട് ഫഖാലത്തിന്നാറു, അപ്പൊ നരകം ചെന്ന് ഫിയൽ ജബ്ബാറൂൻ വൽ മുതകബ്ബിറൂൻ, നക്ക് നരകത്ത് പണ്ടതൊക്കെ മുതകബ്ബിരീങ്ങളും ജബ്ബാരീങ്ങളായിട്ട്. മുതകബ്ബിരീങ്ങൾ അഹങ്കാരികൾ, ജബ്ബാരി വലിയ വലിയ ബൊമ്പന്മാർ കൊമ്പന്മാർ എന്നുള്ള ആ പേരും കൊണ്ട് നടന്ന ആളുമാറായിട്ട് നക്ക് പണ്ടത് ധിക്കരിച്ച ആളുമാറും അഹങ്കാരിങ്ങ ഇങ്ങനെയുള്ള ആളുമാരെ നരകത്ത് പണ്ട്. വകാലത്തിൽ ജന്നത്ത് സ്വർഗം ചെന്ന് ഫിയ ദ്വാഫാഉന്നാസ് നണ്ടിലുള്ളതോ ജനങ്ങളിൽ നിന്ന് പാവപ്പെട്ട ആൾമാർ, വമസാകിനും മിസ്കിന്മാർ. ഫഖലല്ലാഹു ബൈനഹുമാ, അപ്പൊ അത് ജനരുടെ ഇടയിൽ അല്ലാഹു തആല വിധിച്ചത് എന്താ വിധിച്ച? ഇന്നകിൽ ജന്നത്തു, അല്ലാഹു സ്വർഗത്തോട്ടല്ലേ നീ നന്റെ സ്വർഗായിട്ടിക്കട, റഹ്മതി സ്വർഗത്തോട്ടല്ലേ നീന് നന്റെ റഹ്മത്ത്, അർഹമു ബിക ബിക്കി മൻ അശാ, നിന്റെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ആളുമാർക്ക് റഹ്മത്ത് ചെയ്ത സ്വർഗത്തല്ലേ സ്വർഗ നീന് നന്റെ റഹ്മത്ത്. അപ്പൊ നിണ്ടിലിട്ടിട്ട് നിന്റെ ആൾമാരെ കടത്തിയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആളുമാർക്ക് നിണ്ടിലോട് കൂടെ റഹ്മത്ത് ചെയ്യാം. ഇന്നക്കിന്നാറു നിശ്ചയമായിട്ടു നീന് നരക അദാബി നന്റെ അദാബായിട്ടിക്കണം, നന്റെ ശിക്ഷയായിട്ടിക്കണം. വദ്ദിബുബിക്ക് നിന്റെ കൊണ്ട് ഞാൻ ശിക്ഷിക്കട മൻ അശാ ഞാൻ ഉദ്ദേശിച്ചങ്ങനെ. വലിക്കിലൈക്കുമാ അലയ്യ മിൽഹുഹ, നിങ്ങൾക്ക് രണ്ട് ടീമും സ്വർഗത്തും നരകത്തും അത് രണ്ടും നറക്കട സ്വറ നക്ക് പൊട്ടത് അത് രണ്ടും വേണ്ടതുപോലെ നറക്കട. അപ്പൊ സ്വർഗത്തുക അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗത്ത് കടത്തറ, നരകത്തുക നരകത്തെ ആൾമാരെയും കടത്തറ. എന്നിട്ടും അള്ളാഹു താല നരകത്തൊട്ട് കേക്കട. അതൊക്കെ വേറെ ഹദീസിൽ വന്ന വിഷയങ്ങളായിട്ടിക്കട്. എണും വേണ വേറെ നിറഞ്ഞിട ഇല്ല എനും ജാഗയുണ്ട് ചൊല്ലുമ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതിലവിടേക്ക് ഒരു സെറ്റിംഗ് ആക്കി കൊടുക്കറ. അതായത് അള്ളാഹു താല അതിലവിടേക്ക് ചുരുക്കിയിട്ട് ജാഗര എന്താക്കട ആ നരകത്തെ ആളുമാര് ആ നരകത്തെ ബയർ അള്ളാഹുന്ന് അരച്ച് അവിടെ കാലി വെക്കില്ല. സ്വർഗത്തിൽ അങ്ങനെ അത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കുക അല്ലെ. ഇപ്പോ അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് അള്ളാഹു നിഅമത്തുകളെ അള്ളാഹു എന്താക്കിട ഒരുക്കി വെച്ചിട. എല്ലാ ആളുമാർക്കും പ്ലേസ് സ്വർഗത്തിലുണ്ട്, എല്ലാ ആളുമാർക്കും നരകത്തിൽ പ്ലേസ് ഉണ്ട്. പക്ഷെ സ്വർഗക്കാർ സ്വർഗത്തിൽ പോയിട്ടാകുമ്പോ നരകക്കാരെ പ്ലേസ് അവിടെ ബാക്കിയുണ്ട്. അത് അള്ളാഹു താല മുഅ്മിനീങ്ങൾക്ക് വിശാലമാക്കി കൊടുക്കുക. നരകത്തിലവിടെ ബാക്കിയുന്നതോ അത് അള്ളാഹു താല ഇക്കട്ടാക്കി അങ്കാൽ അവിടെ ആക്കി വിട്ടുക. അപ്പോ ഇങ്ങനെ നിങ്ങൾ രണ്ടാൾക്കും ബയറുണറോച്ച് തൻ്റെത് നന്റെ മേലുണ്ട് എന്ന് അള്ളാഹു താല ചൊന്ന റവാഹു മുസ്ലിം. അപ്പോ സ്വർഗം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ അത്
അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുക്ക് തഖ്വ ചെയ്ത് ജീവിച്ചാലും മാർക്ക് റഹ്മത്ത് ചെയ്യുകൊള്ള ജാഗയായിട്ടേക്കത്. അള്ളാഹുടെ ധിക്കരിച്ചെങ്ക്, അതായത് മുതക്കബ്ബിരീങ്ങൾ ജബ്ബാരികൾ, മുതക്കബ്ബിർ ചെന്നെങ്കിൽ കിബ്ര അഹങ്കാരം ചെന്നെങ്കിലാറ്, അഹങ്കാരം ചെന്നെങ്കിലാറ് വലിയ നല്ല വസ്ത്രം ധരിக்கிறവനോ വലിയ അകക്കെട്ടിയവനോ വലിയ കാറിൽ പോണ്ടവനോ അവനല്ല അഹങ്കാരം ചൊല്ലത്. ഹക്ക് നേര് ചൊല്ലുമ്പോൾ അതിനെ ധിക്കരിக்கிறവൻ, അതിനെ ഇൻസൾട്ട് ആക്കി, പാവപ്പെട്ട ആൾമാരെ ഇൻസൾട്ട് ആക്കിടവൻ. ഹക്ക് ചൊല്ലുമ്പോൾ അതിനെ ധിക്കരിക്കിടവണ്, അതനുസരിക്കാണ്ട് ജീവിക്കിടവണ്. ഇതായിട്ട് ദീനം ചൊന്നു കൊടുക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് നടக்கிறവൻ, ഓനായിട്ട് അഹങ്കാരി. അതേ സമയത്ത് പിന്നെ അത് സ്വീകരിക്കിടങ്ങ, താഴ്മയുള്ളങ്ങ, അള്ളാഹുടെ അനുസരിച്ച് ജീവിക്കിടങ്ങ, തഖ്വയുള്ളങ്ങ, അത്തരം ആൾക്കാരായിട്ട് സ്വർഗത്ത് കിടക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു തആല സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗാവകാശികളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ദുആ ഇറക്കുക, അള്ളാഹുടെ ഖൈറ് കേൾക്കുക, സ്വർഗം അള്ളാഹുടെ കേൾക്കുക, അവിടെ തൃപ്തിയുടെ ഞങ്ങൾ അള്ളാഹുടെ കേൾക്കുക, സ്വർഗത്തുക്ക് കടക്കുക കാരണം അവിടെ ഇബാദത്തുകളൊക്കെ ഞങ്ങൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുടെ ഖൈറ് കേൾക്കുക, ആഖിബത്ത് നന്നാവുകയായി ദുആ ഇറക്കുക, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് ആഗ്രഹിക്കുക. ഇത് മാത്രമേ ഞങ്ങളെ കൊണ്ട് ചെയ്യുക. അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്യുക. അപ്പൊ ഏതൊരു മനുഷ്യനും അവന്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്ത് പോണുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹദീസിൽ വിവരിച്ചതും കൂടിയായിട്ടിട്ട്. അപ്പൊ സ്വഹാബാക്കൾ കേട്ട നബിയെ നിങ്ങളും അങ്ങനെ, അതെ നാനെങ്കിലും അങ്ങനെ, അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, അവന് റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം, എന്നെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്ത് കിടക്കാവിടെ. അപ്പൊ ഞങ്ങൾക്ക് അള്ളാഹുടെ റഹ്മത്ത്, അള്ളാഹുടെ റഹ്മത്തിനെ ഞങ്ങൾ കേൾക്കേണ്ടേക്കാം, അള്ളാഹുടെ അവന്റെ റഹ്മത്തിനെ ഞങ്ങൾ കേൾക്കണം. ആ റഹ്മത്ത് കൊണ്ടേ ഞങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടുക. അല്ലാണ്ട് ഞങ്ങളെ ഈ ബാധത്ത് ഒടുകം വയ്യാവില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചൊന്നത് അങ്ങനെ, ഇതാണ് അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടേ രക്ഷപ്പെടൂ എന്നുള്ളത്. അപ്പൊ എത്ര വലിയ തഖ്വയുള്ള ആളായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അത്ര വലിയ ആള് പിന്നൊന്നില്ല. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങമേ ചൊന്നത് അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടുക അവിടെ. അപ്പൊ എപ്പോഴും അള്ളാഹുടെ റഹ്മത്തിനെ ഞങ്ങൾ കേൾക്കണം, ആ റഹ്മത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കണം, ആ റഹ്മത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം വേണം. അള്ളാഹുടെ ശിക്ഷനെ ഞങ്ങൾ പേടിക്കണം, റഹ്മത്തിനെ ആഗ്രഹിക്കണം, ശിക്ഷനെ ഞങ്ങൾ പേടിക്കണം. ഇത് രണ്ടും കൽബിൽ ഒരുപോലെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് ഞങ്ങളൊക്കെ കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും കാതു കൊടുത്ത എല്ലാ ഓരോരുത്തരെയും, എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു സ്വർഗീയ അവകാശികളിൽ പെടുത്തി അവന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. കാതു കൊടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.